നിങ്ങളുടെ അടുത്ത് വന്നത് കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി കേട്ടോ വന്നത്. വേറെ ഫസ്റ്റ് തന്നെ ബൈബിളോട് വായിക്കാം. James chapter 1 verse 6 say that, but when you ask, you must believe, not doubt. Because the one who doubts like a wave of the sea, blow and tossed by the wind. ആമേൻ. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് വേറെ ഒന്നുമല്ല, നമ്മൾ കർത്താവിനോട് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിനെ മേൽ ഡൗട്ട് പിന്നെ വരാൻ സമ്മതിക്കരുത്. അത് പാടില്ല. ഡൗട്ട് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾ കർത്താവിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എന്താ പറയുക, സ്ട്രോങ് ആയിരിക്കണം. കർത്താവിനെ ഹെൽപ്പ് ചെയ്യും, ഈ സിറ്റുവേഷനെ ഓവർകം ചെയ്യും. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ ഫ്രണ്ടിലുണ്ടെങ്കിൽ അതിനെ നോക്കി പറയണം, എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റും, കർത്താവിൻ്റെ കൂടെ ഉണ്ട് എന്നാ ഉറപ്പ ധൈര്യം നിങ്ങളുടെ ലൈഫിൽ കൂടെ കാണണം. പല സൈഡിലും നെഗറ്റീവ് കേൾക്കാം, കുറേ പേര് തളർത്താൻ വേണ്ടി തന്നെ കേൾക്കാം, കുറേ പേര് പോസിറ്റീവ്, കുറേ പേര് സപ്പോർട്ടീവ്. പക്ഷെ ഇതിലൊന്നുമല്ല ഇവർ ഫോക്കസ് ചെയ്യുന്നത്, കർത്താവിൻ്റെ കൂടെ ഉണ്ട്. സോ ഞാൻ പറയാം, എന്നെ കേൾക്കുന്നത് ആരൊക്കെയാണ് ഇപ്പോൾ ലൈഫ് സ്ട്രഗിൾ പോകുന്നതോ എന്തൊക്കെയാണ് എൻ്റെ ചിന്ത, അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം പറയാം, കർത്താവിനോട് പറയുക. പിന്നെ അതിനുശേഷം കർത്താവിനോട് പറഞ്ഞ ശേഷം നിങ്ങളുടെ ലൈഫിൽ ഡൗട്ട് സാധനം വരാൻ പാടില്ല. സോ ഗോഡ് ബ്ലെസ് യു ഓൾ.